ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാര്യത്തെ കിളിക്കൂടിൽ സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് നിധിയും 3 അനിയന്മാരും കൂടെ പെണ്ണ് ചോദിക്കാൻ പോവാണ് കേട്ടോ. അതും സുനന്ദേനെ. സുഭാഷ് ചേട്ടൻ അറിയാതെയാണ് കേട്ടോ ഇവർ ഈ പ്ലാനിങ് ഒക്കെ നടത്തിയത്. ഭാസ്കരനോട് നിധി ചോദിക്കുന്നുണ്ട്, അച്ഛന് വരാൻ പറ്റുമോ, നമ്മളൊരു പെണ്ണ് കാണാനല്ലേ പോകുന്നത്, അപ്പോൾ ഒഫീഷ്യൽ മാറ്റർ ആയതുകൊണ്ട് കാരണവർ വരുന്നത് നല്ലതല്ലേ. അത് കേട്ടപ്പോൾ തന്നെ ഭാസ്കരൻ പറയുന്നുണ്ട്, നീ പഠിച്ച കുട്ടിയല്ലേ, നിനക്ക് എന്താ ബുദ്ധിയില്ലേ, അവരും ഞങ്ങളും തമ്മിൽ പണ്ട് മുതലുള്ള പ്രശ്നം അത് ഈ ജന്മത്ത് തീരാൻ പോകുന്നില്ല, അവർ നമുക്ക് അവളെ തരുന്നു നീ വിചാരിച്ചോ, ഒരിക്കലുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ ആ കുട്ടിയെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല, എനിക്ക് ആദ്യം ഇഷ്ടമല്ല ആ ബന്ധം. നാണം കെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവളെ കൂടെ പോവുകയാണോ, ഇവൾക്കിത് അറിയില്ല എന്ന് വെക്കാം, പക്ഷെ നിങ്ങൾക്കോ ആദ്യം മുതൽ അറിയുന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ ഫുള്ള് നെഗറ്റീവാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട് പോവരുത്, താക്കീത് വരെ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും നിധി പറഞ്ഞത് കേൾക്കാതെ പോവാണ്. അവളുടെ ആവശ്യപ്രകാരം സുധീഷും നികേഷും അരീഷും കൂടെ പോവാണ് കേട്ടോ. അല്ലാണ്ട് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അവർക്കും അറിയാം കാര്യങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ നടക്കില്ല. അവരൊട്ട് സുനന്ദേനെ സുഭാഷിന് കെട്ടിച്ച് കൊടുക്കില്ല എന്ന് അവർക്കറിയാം. അതുമാത്രമല്ല ആട്ടി പായിപ്പിക്കുന്ന ഉറപ്പാണ്. എന്നാലും നിധി ഒരു കാര്യം പറഞ്ഞതല്ലേ എന്ന് വെച്ചിട്ട് അവർ പോവാണ്. നിധിക്കാണെങ്കിൽ എന്തോ ഭയങ്കര ആത്മവിശ്വാസം, കാരണം സുനന്ദയ്ക്ക് സുഭാഷ് ചേട്ടനെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അവളുടെ വീട്ടുകാർ സമ്മതിച്ചാലോ സുഭാഷ് ചേട്ടന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പെണ്ണ് ചോദിക്കുമ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും പിന്നെ സുഭാഷ് ചേട്ടന് സുനന്ദനെ കിട്ടുകയാണെങ്കിൽ നല്ല സന്തോഷമാവും എന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയും കൂടെയാണ് കേട്ടോ അവൾ പോകുന്നത്. പക്ഷേ പോയപ്പോൾ മനസ്സിലായി കാര്യങ്ങളെല്ലാം അവർക്കെതിരായിരുന്നു. അവർ സുനന്ദേൻ്റെ വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആ സമയത്ത് ലളിത, അതായത് സുനന്ദേൻ്റെ അമ്മ, അവളുടെ മാമനും അച്ഛനും ഫുഡ് വിളമ്പാണ് കേട്ടോ. അപ്പോഴാണ് പുറത്ത് ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നതും വന്ന് നോക്കുന്നതും. വന്നപ്പോൾ തന്നെ ഇവരെ കണ്ടപ്പോൾ തന്നെ ലളിതൻ്റെ ഫേസ് മാറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ നിങ്ങളായിരുന്നു അന്ന് വന്നത്, പോലീസിനെ കൂട്ടി, ഇന്ന് നീ വന്നത് എന്താ പട്ടാളത്തിനെ കൂട്ടിയാണോ? അപ്പോൾ അവൾ പറയുന്നുണ്ടല്ല, അവർ 3 പേരുണ്ടെന്ന്. അപ്പോൾ തന്നെ ലളിത നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. ഇവരുടെ സൗണ്ട് കേട്ടിട്ട് ഗംഗയും അതുപോലെ തന്നെ ധനശേഖരനും പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു, സുഭാഷ് ചേട്ടന് വേണ്ടി സുനന്ദേനെ പെണ്ണ് ചോദിക്കാനായിരുന്നു എന്ന്. അത് കേട്ടത് ലളിതയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് നാണോ ഇല്ലടി ഇവിടെ വന്ന് ഇങ്ങനെ ചോദിക്കാൻ, അതും ആ കോന്തനെ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ. ഞങ്ങൾ നല്ല ആഭിജാത്യവും കുടുംബമഹിമയുള്ള ഒരു നല്ല ചെറുക്കന് വേണ്ടിയിട്ട് ഞങ്ങളെ മകളെ ആലോചിച്ചിരിക്കുകയാണ്, അത് മുടക്കരുത് ദയവ് ചെയ്ത്. എന്നിട്ടാണോ ആ കുടുംബത്തേക്ക് അയക്കുന്നത്? നിനക്ക് നാണല്ലേ, നീ പഠിച്ച കുട്ടിയല്ലേ, നിനക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണല്ലോ നീ ഇവൻ്റെ കൂടെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അടച്ചാക്ഷേപിക്കുകയാണ്. കേൾക്കുന്നവരുടെ തൊലിയൊക്കെ ഉരിഞ്ഞു പോകുന്നുണ്ട്. ഹരീഷിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഹരീഷ് പറയുന്നുണ്ട്, ഇനി ഇയാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇയാളെ ഞാൻ അടിക്കുന്നൊക്കെ. അപ്പം നിധി താക്കീത് കൊടുക്കുന്നുണ്ട്, ഹരീഷ് പ്ലീസ് മിണ്ടാതിരിക്കുക. സുധീഷിനും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്, കാരണം ഇനി അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. അപ്പം നിധി പറഞ്ഞ ആവശ്യം നടന്നാലോ എന്ന് വെച്ചിട്ട് അവരും നടക്കില്ല എന്നറിയെങ്കിൽ പോലും നിധിക്ക് സപ്പോർട്ടായിട്ട് അവർ നിൽക്കുകയാണ്. അപ്പോഴേക്ക് സുനന്ദ പുറത്തേക്ക് വരുന്നുണ്ട്. സുനന്ദയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവൾ കണ്ടപ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട്, നീ എന്താ ഇവിടെ നോക്കി നിൽക്കുന്ന, അകത്തേക്ക് പോടി. എന്നിട്ട് സുനന്ദ പോകുന്നില്ല, കാരണം അവൾക്കും സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ടല്ലേ ഇവർ ഈ ചീത്ത കേൾക്കുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. ഒരു പ്രതീക്ഷയുണ്ട്, പക്ഷേ നടക്കില്ല എന്നറിയാം. എന്നാലും അവൾ അവിടെ നിൽക്കുക തന്നെയാണ്, കരച്ചിലും തന്നെയാണ് കേട്ടോ. സുധീഷും നികേഷും ഹരീഷും ദേഷ്യം കൺട്രോൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കാരണം നിധി ഉണ്ടല്ലോ, അവളുടെ മുന്നിൽ വെറുതെ ഒരു വഴക്ക് വേണ്ടാന്ന്, പിന്നെ അവരായിട്ട് കയറി ചെന്നതല്ലേ. ധനശേഖരനാണെങ്കിൽ ഭയങ്കര ചീത്തയാണ്. അതുപോലെ തന്നെ അവരെ നന്നായിട്ട് നാണം കെടുത്തുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വീടൊന്നും ഞങ്ങളൊന്നും വീടായിട്ട് കണ്ടിട്ടില്ലടാ, നിങ്ങളുടെ ഏട്ടനൊക്കെ ഞങ്ങളെ മകളെ തരുന്നു, നിങ്ങൾ എന്ത് വിചാരിച്ചു? അതുമാത്രമല്ല, നിൻ്റെ ഏട്ടൻ കയ്യും കാലും കാണിച്ചിട്ടല്ലേ അവളെ വളച്ചത്, അല്ലാണ്ട് എൻ്റെ മോളൊന്നും ഇതിൽ വീടില്ലായിരുന്നു. അത് കേട്ടപ്പോൾ ലളിത പറയുന്നുണ്ട്, അവളും അവനും തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസം എന്നാ, 12 വയസ്സ് വ്യത്യാസം. എൻ്റെ കുട്ടി ചെറുതായപ്പോൾ അവനിവിടെ വന്ന് അവളെ തോളിലേറ്റ് നടക്കുമായിരുന്നു. അന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു വിചാരം ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ധനശേഖരൻ പറയുന്നുണ്ട്, അങ്ങനെ വല്ലതും ഞാൻ അന്ന് അറിയുകയാണെങ്കിൽ അവനെ അടിച്ച് കൊന്നേനെ. ഇതൊക്കെ കേട്ടിട്ട് നിധിക്ക് എന്തോ ഒരു ഫീൽ, കാരണം ഇവ എന്താ ഈ പറയുന്നത്, ഇത്രയും അതപ്പതിച്ച ടീമാണോ വരുന്ന അവൾ ചിന്തിക്കുകയാണ്. കാരണം അത്രയും വൃത്തികെട്ട രീതിക്കാണ് അവരൊക്കെ ചിന്തിക്കുന്നത്. അവിടെ അവർ സുഭാഷ് ചേട്ടനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നിധിക്ക് സഹിക്കാനൊന്നും പറ്റുന്നില്ല. എന്നാലും അവൾ സൗമ്യതയോടെ നിൽക്കുകയാണ്, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാലോ. ഒടുവിൽ നാട്ടുകാരൊക്കെ കൂടുന്നുണ്ട് കേട്ടോ, അയൽവാസികളൊക്കെ എത്തി നോക്കുന്നുണ്ട്. അങ്ങനെ ലളിത വിളിച്ച് പറയുന്നുണ്ട്, കണ്ടില്ലേ നിങ്ങൾ, മാന്യമര്യാദയ്ക്ക് ഞങ്ങളെ ജീവിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല, അപ്പോഴേക്കും ഇവർ വരും പ്രശ്നം ഉണ്ടാക്കാൻ. ഞങ്ങളുടെ കുട്ടീനെ കല്യാണം കഴിക്കാൻ പോകുന്നവർ ഇതറിഞ്ഞാലോ, അവൾക്ക് നല്ല ബന്ധം കിട്ടുമോ? ഇവരാണ് ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതും എല്ലാം. ഞങ്ങളെ ജീവിക്കാൻ അവർ സമ്മതിക്കുന്നില്ല, ഇവർ ഞങ്ങളെ അടിക്കാൻ വരും എന്തൊക്കെയോ പറഞ്ഞിട്ട് ലളിത കിടന്ന് അലറുകയാണ് കേട്ടോ. പിന്നെ ഒരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ട് അവർ പോകാൻ നിൽക്കുമ്പോഴേക്കും അയൽവാസികൾ പറയുന്നുണ്ട്, എന്താ സുധീഷ് നിനക്ക് ബോധമില്ല, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവർ സുഖമായിട്ട് ജീവിച്ചോട്ടെ, നിങ്ങൾ ഇതിനിടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയാം. പിന്നെ അത് വലിയൊരു പ്രശ്നമാവും എന്ന് വിചാരിച്ചിട്ട് അവരവിടെ നിന്ന് പോവാണ്.